അതിൻ്റെ മേളിലോട്ട് വീഴണം. ആദ്യത്തെ പടം ആരുടെ കൂടെ അഭിനയിക്കുന്നത്? പണ്ട് നസീർ സാറിനെ കാണാൻ ഞാൻ ട്രിവാൻഡ്രത്ത് 3 കിലോമീറ്റർ ഓടിയവനാണ് സാറിനെ ഒന്ന് കാണാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ അഭിനയിക്കുന്നത്. ആ സന്തോഷത്തിൽ ഞാൻ ആവേശം കൊണ്ട് പട്ടാളത്തിൽ നിന്ന് വന്നതല്ലേ, അടി കൊണ്ടിട്ട് ഞാനിങ്ങനെ ഷവൽ വെച്ച് സാർ അടിക്കാം. മധു സാർ കൊള്ളുന്നൊന്നുമില്ല, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ പോയി വീഴുമ്പോൾ നസീർ സാർ എന്നെ വിളിക്കുന്നു, ക്യാപ്റ്റൻ കമിയർ, പ്ലീസ് കമിയർ. എന്നെ വിളിക്കുന്നു. ഞാൻ അടുത്ത് വിരിക്കാൻ പറഞ്ഞു. അടുത്ത് കസേറയിരുന്നു. ഇത് അങ്ങോട്ടൊന്ന് നോക്കിയേ. അതിലൊരു പട്ടികയല്ല, ഇങ്ങനെ 3-4 ആണി ഇങ്ങനെ മേപ്പോട്ട് നിൽക്കുക. ക്യാപ്റ്റൻ അതിലോട്ട് വീണാൽ ദേഹം മുറിഞ്ഞു കഴിഞ്ഞാൽ ഷൂട്ടിങ്ങും കഴിഞ്ഞു, ക്യാപ്റ്റൻ ടെറ്റൻസും ഒക്കെ എടുത്ത് ഹോസ്പിറ്റലൈസ് ചെയ്യും. ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. കഴിഞ്ഞില്ലേ, അഭിനയം തുടക്കം, ആദ്യത്തെ പടമല്ലേ, അതുകൊണ്ടായില്ല. ആവേശം കൊള്ളാം, പക്ഷെ എപ്പോഴും നമ്മൾ നമ്മുടെ കാര്യം നോക്കിക്കാട്ടെ. ആ പട്ടിക ഒന്ന് തിരിച്ചിട്ടാൽ ആണി താഴോട്ട് പോയിക്കോളും, കുത്തിക്കാറത്തില്ലല്ലോ. ഇത് പറഞ്ഞു തരാൻ ഇന്ന് ആരുണ്ടോ? മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് ലോക ഇൻഡസ്ട്രിയൽ സിനിമയിൽ ഇങ്ങനെ നന്മ പറഞ്ഞു തരുന്ന ആൾക്കാരുണ്ടോ? അത് പ്രേം നസീർ എന്ന് പറഞ്ഞ ഒരു ജന്മമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദമൊക്കെ കേൾക്കാൻ ഞാനിപ്പോൾ കൊതിച്ചിരിക്കുക.